ഷോപ്പിൻ്റെ ആ ഭാഗത്തേ പോകില്ല. ഷോപ്പിനകത്ത് ചിലപ്പോൾ ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്യാമറകൾ തുറന്നു പോലും നോക്കിയിട്ടുണ്ടാവില്ല ചില ബിസിനസ്മാൻമാർ. എല്ലാം കഴിഞ്ഞ് കണക്കിലേക്കും നോക്കുന്നുണ്ടാവില്ല. എത്ര സെയിൽ നടന്നു, എത്ര കസ്റ്റമേഴ്സ് വന്നു, അല്ലേ, എത്ര റവന്യൂ ഉണ്ട്, ഒന്നും നോക്കുന്നുണ്ടാവില്ല. നിരന്തരം ഇതൊക്കെ നോക്കി മുന്നോട്ട് പോയാലേ ഉണ്ടാവും. ഒരു ബിസിനസ്മാനെ എന്താണ് അവൻ്റെ ബിസിനസ്സിൽ നോക്കേണ്ടത് എന്ന് പോലും ചില ആളുകൾക്ക് അറിയില്ല. കുറേ കാര്യങ്ങൾ അവന് ആവശ്യത്തിന് പണമൊക്കെ അതിന് എടുക്കാൻ കിട്ടുന്നുണ്ട്. ക്യാഷ് ചിലപ്പോൾ ആണെങ്കിൽ കുറേ കടം വെൻഡേഴ്സ് തന്നതുകൊണ്ടൊക്കെ ഇഷ്ടം പോലെ പണം അവിടെ വരുന്നു. ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് പർച്ചേസ് പോകുന്നതുകൊണ്ട് ഈ റോളിങ് കൂടുതൽ സ്പീഡ് ആവുന്നതുകൊണ്ട് ക്യാഷ് ഉണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചില ആളുകൾക്കൊന്നും ഈ ലോകത്തിലൂടെ പരന്ന് നടക്കുമ്പോൾ അറിയില്ല. എനിഫിക്ക് അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ അതെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല സാധനങ്ങളുണ്ടല്ലോ, വളരെ കോസ്റ്റ്ലിയാണ്. അത് നമ്മൾ തിരിച്ചറിയും. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളും പലതും ഫ്രീ ആയതുകൊണ്ട്, നമുക്ക് കോസ്റ്റ് ഇല്ലാതെ കിട്ടുന്നത് കൊണ്ട് നമുക്കതിൻ്റെ വില അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ചിരിച്ച് സംസാരിക്കുക, ഇതിന് എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടോ? ഒരു കോസ്റ്റ്. ഒരാളോട് താങ്ക്സ് പറയുക, വന്നതിന് ഞങ്ങൾ ഓർത്തതിന് നന്ദി എന്ന് പറയുന്നതിന് ഇതിനെന്തെങ്കിലും ഒരു കോസ്റ്റും ഇല്ല. അപ്പോൾ ഇതിനൊന്നും കോസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം പലപ്പോഴും നമ്മൾ ഇത് മറക്കുന്നത് അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ പീരീഡിൽ ഞാൻ കഴിഞ്ഞ നാട്ടിൽ പോയപ്പോൾ ഞാനും എൻ്റെ വൈഫും മോളും ട്രിവാൻഡ്രത്തിന് പോയി. അപ്പോൾ അവിടെ താമസിച്ചത് ഹോട്ടൽ ഹിൽട്ടൺ ഗാർഡൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ചെന്നു. അവർ വെൽക്കം ചെയ്ത രീതി, അവർ സംസാരിക്കുന്ന രീതി, ഞങ്ങൾക്ക് അവിടുത്തെ താമസത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെ പെരുമാറ്റ രീതി. അവർ സർ എന്തെങ്കിലും കുറവുകളുണ്ടോ, ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ, ആ ഒരു എന്താ പറയുക, ഒരിക്കലും ഒരു എംപ്ലോയി എന്നുള്ള രീതിയിലല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞിനോട് ഇടയ്ക്ക് ഒന്നിച്ചിരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കോസ്റ്റും ഇല്ലാത്ത സാധനങ്ങളാണ്. പക്ഷെ അതാണ് സത്യത്തിൽ ഞങ്ങൾക്ക് അവിടെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് തോന്നിയത്. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അത്രയും സന്തോഷത്തോടു കൂടിയാണ്. നമുക്ക് വലിയ ചെലവൊന്നും, ഒരു ചെലവും ഇല്ല. നമ്മൾ അതെല്ലാവരും, ഈ വരുന്ന ആളുകളെല്ലാം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. നമ്മളുടെ സ്ഥാപനത്തിൽ കയറുമ്പോൾ അവർ ഈ കൾച്ചറിലോട്ടായിട്ട് മാറ്റിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അവർ ചിരിച്ചുകൊണ്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. ഇത്തരത്തിൽ നമ്മളുടെ ബിസിനസ്സിൽ തിരിച്ചു വരില്ല എന്നറിയുമെങ്കിലും ആ പോകുന്ന ആളുകളെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുമ്പോൾ അവിടെ ഒരു ബ്യൂട്ടിഫുൾ കൾച്ചറും എൻവയോൺമെൻറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോഴാണ് സാറ് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ലേ, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റിന് പകരം അവിടെ ഉള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും. അതെ, എത് വരാതിരിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഇത്തരം സിസ്റ്റങ്ങൾ ഉണ്ടാക്കുകയും അതിന് വാല്യൂ ചെയ്യണം. അതിന് വാല്യൂ ചെയ്യണം. നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സെയിൽസ്മാനോട് നമ്മൾ പറയണേ ഇങ്ങനെ ചിരിക്കണം അല്ലേ. അപ്പോൾ അവരെ സെയിൽസ്മാൻ്റെ വിചാരം എന്താണെന്നറിയോ, ഒരാൾ വരിക, വില പറയുക, ആ സാധനം വില പറഞ്ഞതനുസരിച്ച് എടുത്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ ഡ്യൂട്ടിന്ന്. അതല്ലാത്ത ചിരിയാണ്. അല്ലെങ്കിൽ അവരുടെ നെയിം, ഫോൺ നമ്പർ വാങ്ങിക്കണം, ചിലപ്പോൾ ജിമെയിൽ വാങ്ങിക്കാം അല്ലേ, ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, ചിലപ്പോൾ നമുക്ക് ചില ഓഫേഴ്സ് കൊടുക്കണം, അപ്പോൾ ഇത് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇതൊന്നും അവൻ്റെ ഡ്യൂട്ടിയല്ല. ഇതൊന്നും അവൻ്റെ ഡ്യൂട്ടി അല്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ മെക്കാനിക്കലായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മറികടക്കാൻ നമ്മൾ റോബോട്ട്സിനെ വെച്ചാൽ മതി. മനുഷ്യരെ ആവശ്യമില്ല. മനുഷ്യരും ആ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽസ്മാനെ വയ്ക്കുന്നത്. അതായത് മാർക്കറ്റിംഗ് ടീംസ്. ഞാൻ ഇപ്പോൾ അവർ പറയും, ഒരാൾ വന്നാൽ ഇതൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവരതൊന്നും തരില്ല, അവരുടെ പേഴ്സണൽ ഇമെയിൽ. ഞാൻ അവരോട് പറയാൻ എന്താ പറയുക, ഇത് തന്നെ മതി ഒരു സെയിൽസ്മാൻ്റെ KPI പറയാൻ. വൈ? നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇമെയിൽ തന്നില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും അദ്ദേഹവുമായിട്ട് വളരെ ദൂരെയാണ്. ട്രസ്റ്റ് ഇല്ല. കാരണം ഒരു കസ്റ്റമർ വന്നു, നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ച് അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ ഇമെയിൽ അദ്ദേഹം തരും. ഞാൻ അതിൽ നിന്ന് എന്താണ്, എവിടെയെങ്കിലും ഇമെയിൽ നിങ്ങൾ പൂരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളും ആ കസ്റ്റമറും അടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അദ്ദേഹത്തിന് ചില ഗിഫ്റ്റുകൾ നമുക്ക് അയക്കാനാണ്. അന്ന് അത് അയക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തരണം. തന്നില്ലെങ്കിൽ നിങ്ങളും അദ്ദേഹവും വളരെ അകലെയാണ്. പകരം നിങ്ങളൊന്ന് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ,
നമ്മൾ അറബി നാട്ടിലാണല്ലോ, ഞാൻ പറയും അദ്ദേഹത്തിനോട് ഇങ്ങനെ കന്തൂറ ചോദിച്ചാൽ ചിലപ്പോൾ അതങ്ങ് ഊരിത്തരും. അവർ തമ്മിൽ ഇങ്ങനെ ആയി. എന്താ ഇനി അദ്ദേഹം തരാം? എനിക്കറിയാം ഇവരെന്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ ദൂരെ നിന്നിട്ട് എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല.